എന്താണ് കട്ട് ഓഫ് മാർക്കിന്റെ ഒരു അവസ്ഥ? ഡെഫിനറ്റ്ലി കട്ട് ഓഫ് മാർക്ക് റൈസ് ചെയ്യും. ഒരു 620 എബോവ് വരും എന്നുള്ള യാതൊരു പ്രഡിക്ഷൻസും കേരളത്തിന് പുറത്തൊന്നും നമുക്ക് കേൾക്കാൻ സാധ്യമല്ല. 20ഓളം എയിംസ് ഉണ്ട്, അതിലെ ഓൾമോസ്റ്റ് 2000ഓളം സീറ്റുകളുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും മലയാളി സ്റ്റുഡൻസ് ഉണ്ടാവും. 650 എബോവ് സ്കോർ ചെയ്ത സ്റ്റുഡൻസിന് യാതൊരു പേടിയും വേണ്ട. അതേസമയം 630 ആൻഡ് എബോവ് വരുന്ന സ്റ്റുഡൻസിന് ബി ഒപ്റ്റിമിസ്റ്റിക്. ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. 2024 നീറ്റ് എക്സാം മെയ് 5 കഴിഞ്ഞു. അന്നേ ദിവസം തന്നെ യൂണിവേഴ്സലിൻ്റെ യൂട്യൂബ് ചാനൽ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലൈവ് ഡിസ്കഷനൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നിങ്ങൾ ഒരുപാട് അനാലിസിസ് വീഡിയോസും കട്ട് ഓഫ് മാർക്ക് പ്രഡിക്ഷൻസും മറ്റൊക്കെ കണ്ടിട്ടുണ്ടാവും. നീറ്റ് എക്സാമിനെ പറ്റി വളരെ ബ്രീഫ് ആയിട്ടുള്ള ഒരു അനാലിസിസും അതുപോലെ തന്നെ വളരെ വലിയ അസ്റ്റോണിഷിംഗ് ക്ലെയിംസും കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ കട്ട് ഓഫ് ഏതുവരെ വരാം എന്നുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനുമാണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനൊരു ഫിസിക്സ് അധ്യാപകനാണ്. നീറ്റ് എക്സാമിലെ ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷത്തെക്കാളും സ്ലൈറ്റ് ആയിട്ട് ടഫായി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ഫിസിക്സിലുള്ള ക്വസ്റ്റ്യൻസ് സ്ലൈറ്റ്ലി ടഫായി മാറിയിട്ടുണ്ട്. എന്നാൽ ബയോളജിയും കെമിസ്ട്രിയും കഴിഞ്ഞ വർഷത്തെക്കാളും റിലേറ്റീവ്ലി ഈസി ആയി. അതുകൊണ്ട് തന്നെ ആ പേപ്പറിനെ നമ്മൾ വിലയിരുത്തുന്നത് ഒരു മോഡറേറ്റ് സ്റ്റാൻഡേർഡ് പേപ്പർ ആയിട്ടാണ്. ബട്ട് എന്നിട്ടും മാർക്കിൽ കാര്യമായ ഒരു ഇൻക്രീസ് സ്റ്റുഡൻസിൽ വന്നിട്ടുണ്ട്. യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരുപാട് സ്റ്റുഡൻസ് വളരെ നല്ല സ്കോർ വന്നിട്ടുണ്ട്. എന്താ അതിൻ്റെ കാരണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പല റീസൺസ് ഉണ്ടാകും. ഹൈ കോമ്പറ്റീഷൻ, ഒരുപാട് സ്റ്റുഡൻസ് കഴിഞ്ഞ വർഷത്തേക്കാളും എക്സാം എഴുതിയ ടോട്ടൽ അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസിൻ്റെ എണ്ണം ഒരുപാട് കൂടിയിട്ടുണ്ട്. യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ നമ്മൾ ചെയ്തിരുന്ന ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് മാർക്ക് നന്നായി വരാൻ ഒരു കാരണമായിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്തതും അതുപോലെ തന്നെ ഈ സ്കോർ ഇൻക്രീസ് ചെയ്യാനുള്ള കാരണമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. എന്താണ് കട്ട് ഓഫ് മാർക്കിന്റെ ഒരു അവസ്ഥ? ഡെഫിനറ്റ്ലി കട്ട് ഓഫ് മാർക്ക് റൈസ് ചെയ്യും. കഴിഞ്ഞ വർഷം ഒരു 610 മാർക്കാണ് ഗവൺമെന്റ് MBBS സീറ്റിന് ഏറ്റവും അവസാനം വന്നിരുന്ന ഒരു മാർക്കെങ്കിൽ ഇപ്രാവശ്യം അത് റൈസ് ചെയ്യും. അത് എവിടെ വരെ എത്തും എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളിനി ചെയ്യേണ്ട കാര്യം, കട്ട് ഓഫ് മാർക്ക് റൈസ് ചെയ്യും എന്ന് പറയുമ്പോൾ നമ്മൾ സ്കോർ ചെയ്തിട്ടുള്ള ഈ വെരി ഹൈ മാർക്കുകൾ നമ്മൾ ഓൾ ഇന്ത്യ കോട്ടയിലുള്ള സീറ്റുകളെ അറ്റൈൻ ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യണം. കാരണം കേരളത്തിൽ നിന്ന് പുറത്തുള്ള അനാലിസിസുകൾ നമ്മൾ പരിഗണിക്കുമ്പോൾ അവിടെ ഒന്നും കട്ട് ഓഫ് മാർക്കിൽ കാര്യമായ ഒരു റൈസ് കഴിഞ്ഞ വർഷത്തെ 610 എന്നുള്ളത് ഒരു 620 എബോവ് വരും എന്നുള്ള യാതൊരു പ്രഡിക്ഷൻസും കേരളത്തിന് പുറത്തൊന്നും നമുക്ക് കേൾക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഓൾ ഇന്ത്യ കോട്ടയിൽ കേരളത്തിൽ മാത്രമാണ് ഈ മാർക്ക് ഇൻക്രീസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ നമുക്ക് നന്നായിട്ടുള്ള ഈ സ്കോറുകൾ ഉപയോഗപ്പെടുത്തി, എസ്പെഷ്യലി എയിംസ്, ജിപ്മർ പോലുള്ള സ്ഥാപനങ്ങൾ, എയിംസിൽ 20ഓളം എയിംസ് ഉണ്ട്, അതിലെ ഓൾമോസ്റ്റ് 2000ഓളം സീറ്റുകളുണ്ട്. അതൊക്കെ ഓൾ ഇന്ത്യ കോട്ടയിൽ വരുന്നതാണ്. എയിംസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അവിടെ വളരെ കുറഞ്ഞ ഫീസിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓൾ ഇന്ത്യ കോട്ട, അതുപോലെ തന്നെ എയിംസ്, ജിപ്മർ, AFMC, അതുപോലെ തന്നെ ESI മെഡിക്കൽ കോളേജസ്, ഇങ്ങനെയുള്ള ഓൾ ഇന്ത്യ കോട്ടയിൽ വരുന്ന മെഡിക്കൽ കോളേജുകളുടെ സീറ്റുകൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏറ്റവും ബെസ്റ്റ് കോളേജസ് എപ്പോഴും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ്. ഇനി കേരളത്തിന് പുറത്തു പോവുക എന്നത് പലർക്കും മടിയാണ് എങ്കിൽ അവിടെ ഞാൻ 1-2 പോയിന്റ്സുകൾ നിങ്ങളടുത്ത് പറയുകയാണ്. കേരളത്തിൽ നിന്നുള്ള പുറത്തുള്ള മെഡിക്കൽ കോളേജസിൽ എസ്പെഷ്യലി ഈ വർഷം എല്ലാ സ്ഥലങ്ങളിലും മലയാളി സ്റ്റുഡൻസ് ഉണ്ടാവും. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ഫോം ചെയ്യാൻ പറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതായത് നമ്മൾ ഏതെങ്കിലും കുറച്ച് ദൂരെയുള്ള മെഡിക്കൽ കോളേജസിലാണ് എത്തുന്നതെങ്കിൽ അവിടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടീവ് ആയിട്ട് നമ്മുടെ നാട്ടിൽ നിന്നും അടുത്തുനിന്നൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം അതിന് മാത്രം സ്റ്റുഡൻസ് കേരളത്തിൽ നിന്ന് ഇപ്രാവശ്യം വളരെ നല്ല സ്കോർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ പേടി കാരണം നമ്മൾ കുറച്ച് ദൂരെയുള്ള മെഡിക്കൽ കോളേജസിലാണ് കിട്ടിയതെങ്കിൽ പോവാതിരിക്കരുത്. അപ്പോൾ അതുകൊണ്ട് ഓൾ ഇന്ത്യ കോട്ടയിലുള്ള പരമാവധി ഓപ്ഷൻസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം എന്ന് മനസ്സിലാക്കുക. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, കേരളത്തിൽ നിന്ന് പുറത്തുള്ള ഒരു മെഡിക്കൽ കോളേജിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് എന്താണോ അത് നിങ്ങൾ പഠിച്ചിരിക്കും. കാരണം ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് സ്വാഭാവികമായിട്ടും അവിടെ വരുന്ന പേഷ്യൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടി വരും. യൂഷ്വലി ആ ലോക്കലൈറ്റ്സ് ആയിട്ടുള്ള ആളുകളാണ് അവിടെ വരിക. അപ്പോൾ അവർക്ക് മറ്റ് ലാംഗ്വേജസ് ആയിട്ടുള്ള ഇംഗ്ലീഷോ ഹിന്ദിയോ ഒന്നും അറിയില്ലെങ്കിൽ ഏത് നാട്ടിലാണോ നിങ്ങൾ ചെല്ലുന്നത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു അഡീഷണൽ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ള പ്രോസസ്സും കൂടാതെ സ്വാഭാവികമായിട്ടും ഓൾ ഇന്ത്യയിൽ മൊത്തം നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ വരും. സോ ഇറ്റ്സ് ആക്ച്വലി വെരി ഗുഡ്. അതൊരു നമുക്ക് മറ്റ് കൾച്ചറിനെ മനസ്സിലാക്കാനും മറ്റൊരു ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു അവസരം കൂടെ ആയിട്ട് നിങ്ങൾ പരിഗണിക്കണം എന്നുള്ളത് ഒരു റിക്വസ്റ്റ് ആയിട്ട് എടുക്കുക. കാരണം ടോപ്പ് മാർക്ക് വാങ്ങിയ ആളുകൾ ഓൾ ഇന്ത്യ കോട്ടയിൽ വളരെ ദൂരെ പോയി പഠിക്കണം എന്നല്ല ഈ പറയുന്നത്. നല്ല മാർക്ക് വാങ്ങിയ സ്റ്റുഡൻസ് സ്വാഭാവികമായിട്ടും അവർക്ക് എവിടെയാണോ ഇഷ്ടപ്പെട്ടത്
അവിടെ പഠിക്കണം, അതിനുവേണ്ടിയാണല്ലോ അവർ നല്ല മാർക്ക് വാങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ ടോപ്പ് മാർക്ക് വാങ്ങിയിട്ടുള്ളത്. സോ അങ്ങനെയുള്ള സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഓൾ ഇന്ത്യ കോട്ടയിൽ അല്ലെങ്കിൽ പുറത്തുള്ള നല്ല എയിംസ് പോലുള്ള AFMC പോലുള്ള മെഡിക്കൽ കോളേജസിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ബുദ്ധിമുട്ടാവുകയില്ല എന്നുള്ള ഒരു ഉറപ്പാണ് ഞാനിതിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. നൗ കട്ട് ഓഫ് മാർക്ക് എവിടെ വരും? പലതരത്തിലുള്ള ക്ലെയിംസ് പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്. 650 എബവ് സ്കോർ ചെയ്ത സ്റ്റുഡൻസിന് യാതൊരു പേടിയും വേണ്ട. നിങ്ങൾക്ക് ഓൾ ഇന്ത്യ കോട്ടയിലോ കേരള സ്റ്റേറ്റ് കോട്ടയിലോ ആയിട്ട് എവിടെയെങ്കിലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടും എന്നുള്ള യാതൊരു സംശയവും വേണ്ട. ബി റിയലി കോൺഫിഡൻറ്റ്. 650 ആൻഡ് എബവ്. അതേസമയം 630 ആൻഡ് എബവ് വരുന്ന സ്റ്റുഡൻസിന് ബി ഒപ്റ്റിമിസ്റ്റിക്. നല്ല സാധ്യത ഉണ്ട് നമുക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിൽ എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടാൻ. ഓൾ ഇന്ത്യ കോട്ടയിലുള്ള പരമാവധി ഓപ്ഷൻസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. ഏതൊക്കെ മെഡിക്കൽ കോളേജസ് കൊടുക്കാൻ സാധിക്കുമോ അവിടെയൊക്കെ നമ്മൾ ഓപ്ഷൻസ്, അലോട്ട്മെന്റിന്റെ സമയത്ത് ഓപ്ഷൻസ് കൊടുക്കണം. അപ്പോൾ ഓൾ ഇന്ത്യ കോട്ടയിലോ കേരള സ്റ്റേറ്റ് കോട്ടയിലോ 630+ ഉള്ള സ്റ്റുഡൻസിന് നല്ല സാധ്യതയുണ്ട്. ബട്ട് അങ്ങനെയുള്ള സ്റ്റുഡൻസ് നിർബന്ധമായിട്ടും ചെയ്യേണ്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ പാഷൻ ഇത് തന്നെയാണ് എങ്കിൽ നിങ്ങൾ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യണം. കാരണം ഇൻ കേസ് നമുക്ക് അലോട്ട്മെന്റ് പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു സീറ്റ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഒരു സീറ്റ് നമുക്ക് കിട്ടിയില്ല എങ്കിൽ ആ പ്രൊസീജിയർ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരുപാട് സമയമാവും. അപ്പോൾ അത്രയും ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നെക്സ്റ്റ് ഇയറിലേക്ക്, ഇൻ കേസ് നിങ്ങൾ അതിന് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നെക്സ്റ്റ് ഇയറിലേക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഡിലേ വരും. അതുകൊണ്ട് 630+ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിനൊക്കെ കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. അവർ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഹോപ്പ്ഫുൾ ആയിട്ട് ഇരിക്കുക. കൂടെ തന്നെ ഒരു സപ്പോർട്ടീവ് ആയിട്ട് നിങ്ങൾ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യണം. മാത്രമല്ല ഓൾ ഇന്ത്യ കോട്ടയിൽ അവൈലബിൾ ആയിട്ടുള്ള പരമാവധി ഓപ്ഷൻസ് യൂട്ടിലൈസ് ചെയ്യണം. ഇനി 630ക്ക് താഴെ വരുന്ന 600+ വരുന്ന സ്റ്റുഡൻസ്, 600+ വരുന്ന 630ക്ക് താഴെ വരുന്ന സ്റ്റുഡൻസിന് നിർബന്ധമായിട്ടും ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ പാഷൻ ഇത് തന്നെയാണെങ്കിൽ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ ആദ്യം നിങ്ങൾ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ ഫോളോ ചെയ്യുക. അതായത് റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഓൾ ഇന്ത്യ കോട്ടയിലും സ്റ്റേറ്റ് കോട്ടയിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സകല ഓപ്ഷൻസും നമ്മൾ കൊടുക്കുക. കിട്ടിയില്ല എങ്കിൽ നമുക്ക് ആ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ നേരത്തെ തന്നെ ജോയിൻ ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജ് നെക്സ്റ്റ് ഇയറിൽ ഉണ്ടാകും എന്ന് വിശ്വസിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലിൽ 650+ ഉള്ളവർ യാതൊരു തരത്തിലും വറി ചെയ്യേണ്ട കാര്യമില്ല. യു വിൽ ഗെറ്റ് എ ഗവൺമെന്റ് MBBS സീറ്റ് ഇൻ എനിവെയർ ഇൻ ഇന്ത്യ. ഓക്കെ, അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. അതേസമയം 630+ 650 ബിലോ ആയിട്ട് വരുന്നവർ എന്തായാലും റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് എല്ലാ അലോട്ട്മെന്റ് ഓപ്ഷൻസും യൂട്ടിലൈസ് ചെയ്യുക. 600+ 630ന്റെ താഴെ വരുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ട് റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യുക ഫസ്റ്റ്. അതിനുശേഷം നമുക്ക് അലോട്ട്മെന്റിൽ ശ്രമിച്ചു നോക്കാം. ഇത്രയാണ് ഈ ഒരു NEET 2024 പറ്റിയുള്ള ഒരു അനാലിസിസ്. യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഈ പറയുന്ന 650+ എന്ന് പറയുന്ന 100% ഉറപ്പായിട്ടുള്ള 100-ലധികം സ്റ്റുഡൻസ് വരും 650+ സ്കോർ ചെയ്തത്. അതുപോലെ തന്നെ 700 എബോ വരുന്ന സ്റ്റുഡൻസ് ഉണ്ട്, 690 ഒക്കെ വരുന്ന സ്റ്റുഡൻസ് ഒരുപാട് എണ്ണം ഉണ്ട്. 630+ എന്ന് പറയുന്ന മാർക്കിലേക്ക് വരികയാണെങ്കിൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ആയിരിക്കും ഇപ്രാവശ്യം. ഏതായാലും ആ വക കാര്യങ്ങളൊക്കെ നമുക്ക് NEET 2024 റിസൾട്ട് ജൂൺ 14 വരുന്ന ദിവസം നോക്കാം. That's all for now. Thank you for watching.